ഏതാനും നാളുകളായി നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് വിരാമമിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വീണ്ടും രൂക്ഷമായി. സൗദി അറേബ്യ ആദ്യമായി പരസ്യമായി അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതോടുകൂടി പശ്ചിമേഷ്യൻ പ്രതിസന്ധി തികച്ചും സങ്കീർണവും അപകടകരവുമായ പുതിയൊരു തലത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേർന്ന് ഇറാഖിൽ സംയുക്ത ആക്രമണം നടത്തിയ വിവരം സൗദി അറേബ്യൻ പരസ്യമായി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൗദി അറേബ്യൻ ഒരു സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം നേരിട്ട പങ്കാളിയാകുന്നത് ഇതാദ്യമാണ്. ഇറാഖ് അതിർത്തിയിൽ നിന്ന് ഉയർന്നുവരുന്ന സുരക്ഷാ ഭീഷണികളും സ്വന്തം ഊർജ്ജ നിക്ഷേപങ്ങൾക്ക് നേരെയുണ്ടാകുന്ന കടന്നാക്രമണങ്ങളുടെ ഭയന്നാണ് പ്രബല അറബ് രാജ്യമായ സൗദി പ്രതിരോധ നീക്കത്തിലേക്ക് കടന്നിരുന്നത്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ സൗദിയുടെ കിഴക്കൻ മേഖലയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങൾക്കും നേരെ ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ 30-ലധികം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് വടക്കൻ ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ അതായത് PMF താവളങ്ങളിൽ അമേരിക്കയും സൗദിയും ചേർന്ന് കടുത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. സൈനിക താവളങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും തകർത്ത ആക്രമണത്തിൽ 20ഓളം ഷിയ സൈനികർ കൊല്ലപ്പെട്ടു. തങ്ങൾക്ക് നേരെ നടക്കുന്ന അധിനിവേശങ്ങൾക്കെതിരെ ആത്മാർത്ഥമായി തിരിച്ചടിക്കാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്ന് സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു. മേഖലയിൽ സംഘർഷം വ്യാപിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ സൗദി, എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലെയുള്ള ഏതു തരത്തിലുള്ള കടന്നുകയറ്റത്തെയും കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കുമെന്നും നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ജോർദാനിൽ അമേരിക്കൻ സൈനികരുടെ വാസസ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ അപ്രതീക്ഷിത മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഇറാൻ വിപ്ലവകാരി ഗാർഡ് തൊടുത്തുവിട്ട പലതരം ബാലിസ്റ്റിക് മിസൈലുകൾ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു. ഇതോടെ യുദ്ധത്തിന് താൽക്കാലിക വിരാമം നൽകിയെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയും മേഖലയിൽ ഭീതി പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ജോർദാനിലെ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇനി ഞങ്ങളുടെ ഊഴമാണ്, അവരെ വളരെ കഠിനമായി തന്നെ അടിച്ചു തകർക്കുക എന്ന് ട്രംപ് മാധ്യമങ്ങളോട് ഭീഷണി മുഴക്കി. ഇറാന്റെ പക്കൽ നിന്നും ഇത്തരം നീക്കങ്ങൾ ഇനി ഉണ്ടായാൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്നും അമേരിക്കൻ പെന്റഗൺ വക്താക്കൾ മുന്നറിയിപ്പ് നൽകി. മറുവശത്ത് അമേരിക്കയുടെ അധിനിവേശം നിയമവിരുദ്ധവും നീക്കങ്ങളും തുടരുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്ന് ഇറാൻ വിപ്ലവകാരി ഗാർഡ് പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് സ്ഥിരീകരിച്ച ഇറാൻ ഹോർമോസ് കടലിടുക്കിൽ തങ്ങളുടെ മുന്നറിയിപ്പ് ലംഘിച്ച് സഞ്ചരിച്ച 3 വിദേശ എണ്ണക്കപ്പലുകൾ തടഞ്ഞുവെച്ചതായും വ്യക്തമാക്കി. യുദ്ധം വീണ്ടും കരുത്തതോടുകൂടി അന്താരാഷ്ട്ര വിപ്ലവത്തിന് കടുത്ത ആശങ്കയാണ് നൽകുന്നത്. എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി ക്രൂഡ് ഓയിൽ വിതരണം ആഗോളതലത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക ആശ്വാസത്തിന് ശേഷം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 3.7% വർദ്ധിച്ച് ബാരലിന് $87 മുകളിലെത്തി. ഇത് അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്തെ കടുത്ത പടപ്പെരുപ്പത്തിലേക്ക് നയിച്ചേക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കങ്ങൾ നടക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന സംയുക്ത പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് നിലനിൽപ്പില്ലെന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത്. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സംഘർഷം അയവ് വരുത്തുന്നതിനുമായി ഒമാന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും വിജയത്തിലെത്തിയിട്ടില്ല. കപ്പലുകൾ ഏത് പാതയിലൂടെ സഞ്ചരിക്കണം, ആർക്ക് നികുതി നൽകണം എന്നടക്കമുള്ള വിഷയങ്ങളിൽ ഇറാന്റെ പിടിവാശി ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുകയാണ്. US സൗദി സംയുക്ത ആക്രമണത്തെ ഇറാഖ് ഭരണകൂടവും ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും ശക്തമായി അപലപിച്ചു. സ്വന്തം പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണെന്നും രാജ്യത്തെ ഔദ്യോഗിക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം ആണ് ഇതെന്നും ഇറാഖ് ആരോപിച്ചു. അതേസമയം ആക്രമണങ്ങൾ ഇറാഖ് സർക്കാരുമായി ആലോചിച്ച് നടപ്പിലാക്കുന്നതാണെന്ന് ട്രംപിന്റെ വാദവുമുണ്ട്. മേഖലയിലെ ഷിയ സായുധ സംഘടനകൾ പിരിച്ചുവിടാൻ ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദിക്ക് മേൽ അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയമായും സൈനികമായും ഏറെ പ്രാബല്യമുള്ള ഈ ഗ്രൂപ്പുകളെ അടിച്ചമർത്താൻ ഇറാഖ് ഭരണകൂടത്തിന് എളുപ്പമല്ല. നിലവിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാഖ് പ്രധാനമന്ത്രി നടത്താനിരുന്ന സൗദി അറേബ്യൻ പര്യടനം താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. യമനിലെ ഹൂതി വിമതർ സൗദിക്കെതിരെ പോരാട്ടം കടുപ്പിച്ചതോടുകൂടി റിയാദ് കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ചെങ്കടലിലൂടെയുള്ള സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്ത ഹൂതികളുടെ നടപടി സൗദിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ഭീഷണിയായിട്ടുണ്ട്.